നമസ്കാരം. സിതാര മോൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ചിലരുടെയൊക്കെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും മറുപടിയൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ. കാരണം ഒരുപാട് പേർക്ക് സംശയങ്ങളുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ എന്നാൽ എന്ത്? ഇത് സത്യമാണോ അതോ തട്ടിപ്പാണോ? ഇതെങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്? ഇതെങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം? നമ്മുടെ ആവശ്യങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം എന്ന് വേണ്ട കാര്യങ്ങൾക്കുള്ള ഒരു ചുരുക്ക വിവരണം ഞാൻ ഈ വീഡിയോയിലൂടെ തരാൻ ആഗ്രഹിക്കുകയാണ്. ലോ ഓഫ് അട്രാക്ഷൻ എന്നാൽ ആകർഷണ നിയമം. ഈ പ്രപഞ്ചത്തിലെ ഓരോ പുൽക്കൊടി മുതൽ ജീവജാലങ്ങൾ, ജന്തുജാലങ്ങൾ വരെ എല്ലാ ജീവനുള്ളവയ്ക്കും അല്ലാത്തവയ്ക്കും ഒക്കെ ഒരു വൈബ്രേഷണൽ എനർജി ഉണ്ട്. നമ്മുടെ പ്രപഞ്ചത്തിനുമുണ്ടൊരു വൈബ്രേഷണൽ ഫ്രീക്വൻസി. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ വൈബ്രേഷണൽ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് നാം നമ്മുടെ വൈബ്രേഷണൽ ഫ്രീക്വൻസി ഹയർ ആക്കുമ്പോൾ അവിടെ മാനിഫെസ്റ്റേഷൻ സംഭവിക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇത് തികച്ചും ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മുടെ മനുഷ്യന് 3 തരത്തിലുള്ള ബോധതലങ്ങളുണ്ട്. കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ് എന്നിങ്ങനെ 3 തരത്തിലാണ് തരംതിരിച്ചിരിക്കുന്നത്. സൈക്കോളജിയുടെ പിതാവായി കണക്കാക്കപ്പെടുന്ന സിഗ്മണ്ട് ഫ്രോയിഡാണ് ഈ നമ്മുടെ ബോധതലങ്ങൾ ഇങ്ങനെ ഒരു 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ആവശ്യം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അഥവാ ഉപബോധ മനസ്സാണ്. നമ്മുടെ ഉപബോധ മനസ്സിനെ വേണ്ട വിധത്തിൽ റീപ്രോഗ്രാമിങ് ചെയ്ത് എങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയം നേടാം എന്നതാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ മെയിനായിട്ടുള്ള തിയറി എന്ന് പറയുന്നത്. അപ്പോൾ 90% മനുഷ്യരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ്? സബ് കോൺഷ്യസ് മൈൻഡാണ്, നമ്മുടെ ഉപബോധ മനസ്സ്. ഇത് നാം ഉറങ്ങുമ്പോഴാണ് ആക്റ്റീവ് ആവുന്നത്. നാം ഉറങ്ങുമ്പോൾ, ഉണർന്നിരിക്കുമ്പോഴുള്ള കോൺഷ്യസ് മൈൻഡ് അല്ല, ഉറങ്ങുമ്പോഴുള്ള കോൺഷ്യസ് മൈൻഡാണ് ആക്റ്റീവായിരിക്കുന്നത്. അപ്പോൾ തന്നെ അതുകൊണ്ടാണ് നിങ്ങളോട് പലപ്പോഴും ഓരോ ടെക്നിക്കുകളൊക്കെ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ചെയ്യൂ എന്ന് പറയുന്നത്. ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് നാം ചെയ്യുമ്പോൾ നാം എന്താണോ അവസാനം വരെ നാം ചിന്തിച്ചു കൊണ്ടിരുന്ന കാര്യം, ആ കാര്യം ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷവും 3 മണിക്കൂർ നേരത്തേക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇങ്ങനെ കിടന്ന് റിപ്പീറ്റ് ചെയ്ത് അവിടെ അത് പതിഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഉറങ്ങുമ്പോൾ ആക്റ്റീവ് ആവുന്ന ഈ ഉപബോധ മനസ്സിനെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എല്ലാം നേടിയെടുത്തുകൂടെ? തീർച്ചയായും സാധിക്കും. ഇതറിഞ്ഞ മഹത് വ്യക്തികളൊക്കെ അങ്ങനെയാണ് അവരുടെ ജീവിതത്തിൽ സക്സസ് ആയിരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ലോ ഓഫ് അട്രാക്ഷൻ്റെ കീ എന്ന് പറയുന്നത് ഹാപ്പിനെസ്സും പോസിറ്റീവ് തിങ്കും ആണ്. നമ്മൾ ഹാപ്പി ആയിരിക്കുമ്പോഴും നമ്മൾ പോസിറ്റീവായി ചിന്തിക്കുമ്പോഴും നമ്മുടെ വൈബ്രേഷണൽ എനർജി, നമ്മുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും വൈബ്രേഷണൽ എനർജി ഹൈ ആയിരിക്കും. അപ്പോൾ നാം എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹം പ്രപഞ്ചശക്തി നമ്മളെ മുന്നിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചു തരും എന്നുള്ളതാണ്. അതായത് നാം ആഗ്രഹിക്കുന്ന കാര്യം സംഭവിക്കാൻ വേണ്ടി നമുക്കൊരു സാഹചര്യങ്ങളോ ഓരോ വ്യക്തികളെയോ നമ്മുടെ മുമ്പിലേക്ക് പ്രകൃതി കൊണ്ടുവന്ന് തരും. അതനുസരിച്ച് നാം പ്രവർത്തിക്കുക എന്നുള്ളൊരു ദൗത്യം കൂടി ചെയ്യാനുണ്ട്. നമ്മളിങ്ങനെ വെറുതെ ഇരുന്നിട്ട് നമുക്ക് കിട്ടുന്നുള്ളത് അതൊരു വിഡ്ഢിത്തമായ ഒരു ധാരണയാണ്. അങ്ങനെയല്ല, നാം ആഗ്രഹിക്കുന്ന കാര്യത്തിനനുസരിച്ചുള്ള സാഹചര്യങ്ങൾ നമ്മളിലേക്ക് വരും, അല്ലെങ്കിൽ വ്യക്തികൾ വരും. അതനുസരിച്ച് കൊണ്ട് നാം പ്രവർത്തിക്കുക എന്നുള്ള കടമ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതൊന്ന്. പിന്നെ ഏതൊരു കാര്യമാണോ റിപ്പീറ്റേഷനിലൂടെ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, നല്ലതായിക്കൊള്ളട്ടെ ചീത്തയായിക്കൊള്ളട്ടെ, ആ കാര്യം എന്ത് തന്നെ ആയാലും അത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് കോപ്പി ചെയ്തെടുക്കുകയും അത് മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ സംഭവിച്ചതുമായ കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചതും ആഗ്രഹിക്കാത്തതുമുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ നടക്കുന്നു? നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിനേക്കാൾ കൂടുതൽ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾക്കാണ് നിങ്ങൾ ഫോക്കസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ ഫോക്കസ്, നിങ്ങളെ ചിന്തയെ മനഃപൂർവ്വം മാറ്റി പകരം നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം അവിടെ ഫീഡ് ചെയ്ത് കൊടുക്കുക. അതിന് ബെസ്റ്റായിട്ടുള്ളൊരു മാർഗമാണ് റീപ്രോഗ്രാമിംഗ്. നമ്മുടെ ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാമിംഗ് ചെയ്യുക എന്നത്. അത് തന്നെയാണ് നമ്മുടെ കോഴ്സും. 21 ദിവസം നമ്മുടെ ബ്രെയിനിലെ ന്യൂറോൺസ് ഏതൊരു കാര്യവും ശീലമായി അത് ഏറ്റെടുക്കണമെങ്കിൽ കുറഞ്ഞത് 21 ദിവസം നാം അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? 21 ദിവസം നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് ടെക്നിക്ക് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം എന്ന് ഞാൻ പറയുന്നതിൻ്റെ ആ ഒരു ലോജിക്ക്, സയൻറ്റിഫിക് ആയിട്ടുള്ള ലോജിക്ക്. നമ്മൾ 21 ദിവസമോ അല്ലെങ്കിൽ ഒരു 30 ദിവസമോ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഏതൊരു കാര്യം ചെയ്യുന്നു, ആ കാര്യം നമ്മുടെ ബ്രെയിൻ അതൊരു ശീലമായി ഏറ്റെടുക്കും. പിന്നീട് അങ്ങനെ ശീലമാവുന്ന കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയുകയോ ചിത്രം കാണുകയോ വിഷ്വലൈസ് ചെയ്യുകയോ നാം ആ ഫീൽ അനുഭവിക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിൽ ഇത് തെറ്റാണോ ശരിയാണോ അല്ലെങ്കിൽ ഇത് റിയൽ ആണോ ഫേക്ക് ആണോ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ഉപബോധ മനസ്സിലേക്ക് കൊടുത്തുകൂടാ? നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ലാംഗ്വേജാണ്, ഉപബോധ മനസ്സിൻ്റെ ഭാഷയാണ് ഇമോഷൻ, ഫീലിംഗ്, പിന്നെന്താ ഇമേജ്. അതുകൊണ്ടാണ് വിഷ്വലൈസേഷന് വളരെ പ്രാധാന്യമുണ്ട് ലോ ഓഫ് അട്രാക്ഷനിൽ പറയുന്നത്. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കൂ, നിങ്ങളൊന്ന് ചിത്രരൂപത്തിൽ കണ്ടു നോക്കൂ. ഒപ്പം ട്രസ്റ്റ്, 100% നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിങ്ങൾക്ക് വിശ്വാസം വേണം. അത് അവരോ ഇവരോ പറഞ്ഞിട്ടാവരുത്. ഇപ്പം ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ, നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ ഫേക്കാണെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അപ്പം നിങ്ങളിൽ എത്ര പേർ ദൈവവിശ്വാസിയാണ്? ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നിങ്ങൾ ദൈവത്തെ നേരിട്ട് നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യണേ. ഓക്കെ, അപ്പം നിങ്ങൾ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ദൈവവിശ്വാസിയായത് നിങ്ങളുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ്. അതുപോലെ ഞാനടക്കം ഉള്ള ആളുകൾ ലോ ഓഫ് അട്രാക്ഷനെ പിന്തുണയ്ക്കുന്നതും ഫോളോ ചെയ്യുന്നതും ഞങ്ങളുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ്. ഇത് അനുഭവമായി നിങ്ങളിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് പ്രാക്ടീസ് ചെയ്യണം. ലോ ഓഫ് അട്രാക്ഷൻ്റെ റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്തുകൊണ്ട് ലോ ഓഫ് അട്രാക്ഷൻ്റെ പ്രാക്ടീസുകൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കും ലോ ഓഫ് അട്രാക്ഷൻ അനുഭവമാകുന്നു, അല്ലേ? അപ്പോൾ അതാണ് കാര്യം. നമ്മൾ എന്താണോ ചെയ്യുന്നത് ആ കാര്യങ്ങളിൽ പൂർണ്ണമായും വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ചെയ്തു നോക്കൂ. തീർച്ചയായും നിങ്ങൾ എന്താണോ എന്തിലാണോ ഫോക്കസ് കൊടുക്കുന്നത്, നിങ്ങളുടെ ചിന്ത, ഒരു ദിവസം നിങ്ങളുടെ ചിന്തയെ നിങ്ങളൊന്ന് വാച്ച് ചെയ്ത് നോക്കൂ. ഒരു ദിവസം ഒരു മനുഷ്യൻ 60,000 ചിന്തകളിലൂടെ നമ്മൾ കടന്നു പോകുന്നു എന്നാണ് പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത്. ഈ 60,000 ചിന്തകളിൽ എത്ര ചിന്തകളുണ്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചിന്തിക്കുന്നത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, എത്ര ചിന്തകളുണ്ട്? മോശപ്പെട്ട ചിന്തകൾ, നെഗറ്റീവ് ചിന്തകളായിരിക്കും കൂടുതൽ, സംശയമില്ല. നിങ്ങളുടെ ചിന്തകൾ എത്തരത്തിലുള്ളതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ ഫീലിങ്സ്, വികാരങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ഹാപ്പി ഇരിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട നല്ല പോസിറ്റീവ് ചിന്തകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ ഇത് ഫേക്കാണ് അല്ലെങ്കിൽ ഇതില്ല, ഇങ്ങനെയൊന്നും ഇല്ല എന്ന് നമുക്ക് പറയാൻ യാതൊരു അവകാശവുമില്ല. നമ്മൾ ട്രൈ ചെയ്യൂ. പരിശ്രമം ചെയ്യുക എന്തിനേയും. ഒന്ന് പരിശ്രമിക്കുന്നത് കൊണ്ട് എന്താണ് തെറ്റ്? ഓക്കെ, അപ്പോൾ നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ എന്ന ആകർഷണ നിയമം, സമാനമായവയെ ആകർഷിക്കുന്നു. നിങ്ങൾ നല്ല ചിന്തയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ ഒരു സാഹചര്യം ആകർഷിക്കും. അതെല്ലാം മോശമാണെങ്കിൽ അതിനെയും. അപ്പോൾ നിങ്ങളുടെ മനസ്സിനെ ക്ലെൻസ് ചെയ്യുക. മനസ്സിലുള്ള മറ്റാരോടെങ്കിലും വിദ്വേഷമോ വെറുപ്പോ പകയോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റി നിർത്തി മനസ്സ് ക്ലീൻ ആക്കുക. മനസ്സ് ക്ലീൻ ആക്കാൻ വേണ്ട ടെക്നിക്കുകളും ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ 21 ദിവസത്തെ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ നിങ്ങൾ ചേരുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, തീർച്ചയായും ഞാനൊരു പുതിയ വ്യക്തിയാക്കി മാറ്റും. അപ്പോൾ ആ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ താഴെ കൊടുക്കുന്ന ഫോൺ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ.